ഇത് ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾ പേശി മേടിച്ച ഇതിന് 1200 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് വേണേ പറയാം. ഇപ്പൊ ചേച്ചി വന്ന് പറയാം, ഇത് നോക്കൂ, എനിക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സോഫയാണ്, ഇത് വേണേ ലോകത്തിലില്ലാത്ത സാധനമാണ്, 5 പേർ അല്ല കേക്കൂ വേണേ അങ്ങനെ പറയാം. പക്ഷെ ഇത് ബേസിക്കലി ഇതിന് 86,000 രൂപ പറഞ്ഞു. അപ്പൊ ലിബിൻ പറഞ്ഞു ഒരു 32,000 രൂപയ്ക്കാണ് തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കയറുന്ന കടയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ വലിയ പോഷൻ നോക്കി കയറത്തില്ല. അപ്പം പുള്ളി പറഞ്ഞു ഈ കിച്ചൺ പണിത ആള് തന്നെയായിരുന്നു. അപ്പൊ പുള്ളി അത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ മേടിച്ച ഞങ്ങൾ ഏത് കട ചെന്നാലും ചോദിക്കും. കാരണം കരയുന്ന കൊച്ചിനെ ഇതിനൊക്കെ ചെറിയ നിസ്സാര കാശുള്ളൂ. ഇതിന് ഇച്ചിരി പൈസ, ഇതിന് 9,000 10,000 12,000 അത്രയേ ഉള്ളൂ. അതിനൊക്കെ ചേച്ചി നമുക്ക് വായി നാക്കൊണ്ട് നമുക്ക് ചെറിയ വയസ്സൊക്കെ എല്ലാ സാധനം ഇവൻ ആ സാധനം ഇല്ല ചേട്ടൻ 2,500 പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ലാഭം കിട്ടുന്ന സാധനം അങ്ങനെ 1,500 ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഹോം ടൂർ കൂടെ ഞാൻ ഇനി വീടേക്കുമ്പോ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതല്ല. കാരണം പരമാവധി കടയിൽ ഞങ്ങൾ തെറിയായിട്ട് മടുത്തു ഈ വയ്യ. അതുകൊണ്ടാണ് ഇനി ഈ ഒരു ഇത് എന്റെ വല്യപ്പൻ. അപ്പൊ ഇത് ഞങ്ങളുടെ വല്യപ്പൻ മൈക്കിൾ എന്നാണ് പേര്. ഇത് ഈ പുള്ളിക്കാരൻ അതേ പേര് തന്നെയാണ് എന്റെ മകനിട്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് എല്ലാരും പിന്തുടരുന്നത് വല്യപ്പനാണ്. ഇതാണ് ആ മൈക്കിള്. അല്ല, അതിലൊരു പല്ല് കൂടുതൽ. അത് ഞങ്ങൾ ഇവിടുത്തെ ഒരു കടക്കാർ കൊണ്ടുവന്നത്. അതിനൊരു പല്ല് വെച്ച് തന്നു. അവൻ അന്ന് ഇത്ര പല്ലില്ലായിരുന്നു. അവന് എണീറ്റില്ല. ഇല്ല, ഇത്ര പല്ല് ചെറുപ്പത്തിൽ ഇത്ര പല്ലില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു മീനൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. മീന് പിന്നെ അതെങ്ങനെ അപ്പനടുത്ത് എവിടെ കളഞ്ഞു. വേറെ ഇവിടെ മറ്റേ ഗിറ്റാർ വായിക്കുന്നതാണ്. ഇത് എന്റെ ഒരു കൂട്ടുകാരൻ റസാഖ് എന്ന് പറഞ്ഞാൽ ഇത് പണിത് ഈ ബിൽഡിംഗ് പണിത് ചെയ്ത ആള്. പുള്ളിക്ക് വരയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് കുറെ അവസരങ്ങൾ കൊടുത്തു. ഇത് വരച്ചതാണല്ലോ, ഒട്ടിച്ചതാണ്. അല്ലല്ല, ഇതിപ്പോ കിച്ചണിലേക്ക് വന്നേ. പുള്ളി ഇവിടെയൊക്കെ കുറെ സ്ഥലത്ത് വരച്ചു വെച്ചിട്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇത് പുള്ളിക്കാരൻ നമ്പറാ. അത് ശരി. വീട് പണിതാലൊന്നും ഇത് ഇവിടെ ഇട്ട് ഇവിടെ കുഞ്ഞൊരു കസേര കണ്ടുല്ലോ. യെസ്, ഇത് മൈക്കിളിന് വേണ്ടി മേടിച്ച ചാരി കസേര. 2,200 പറഞ്ഞിട്ട് 1,500 മേടിച്ച കസേര. ശരി, ഇതേപോലത്തെ ഒരു ചായ കസേരയൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കണമെന്ന് താല്പര്യമില്ല. ബാ ഇനി മേലോട്ട് പോവാം. ഭാഗത്തിരിക്കണ ആ പട്ടിക്കുട്ടീനെ പോലെ തന്നെയാണ് ഇങ്ങനെ 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 പോകണം. നമ്മളിപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളൊക്കെ ഉള്ളത് മേളിലാണ്. ചേച്ചി ദയവായി മേളിലേക്ക് വരിക. ഇവിടെ ലൈറ്റ് വെച്ചേക്കണത് ഇത് ഇവിടെ സൈഡിൽ ഇത് മൊത്തം കിട്ടാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ വാഹനങ്ങളുടെ ബാക്കി പത്രം. ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാക്കുന്ന. ഇത് കണ്ടോ, ഇതാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര ചെയ്ത ടയർ. ഇത് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടാക്കുന്ന. ഇത് ഞങ്ങളുടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു സ്കോർപിയോ, അതിന്റെ ടയർ.